ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ സൺഡേ ആയതുകൊണ്ട് എൻ്റെ അമ്മ വീട്ടിൽ പോവാണ് കേട്ടോ. നമ്മൾ അമ്മ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞ് സർപ്രൈസ് ആയിട്ടൊരു സ്ഥലത്ത് പോകണുണ്ട്. അവിടെ ചെന്നിട്ട് മാമീനെയും പൊണ്ണച്ചനും അല്ലിയമ്മനെയൊക്കെ കൊണ്ടുപോവാണ്. ഞങ്ങൾ പോണത് പറവും ആച്ചരീനും പാർക്കിലാണ്. ഇത് കണ്ടോ, ഞങ്ങൾ എല്ലാവരും കൂടി സന്തോഷിച്ച് പോവാണ്. പിന്നെ എല്ലാവരും കൂടെ ആരൊക്കെയുണ്ടെന്ന് അറിയാമോ ഞങ്ങൾ കൊണ്ടുപോകണേ? പൊണ്ണച്ചൻ, കുഞ്ഞാവ, മാമി, അല്ലിയമ്മ, അത്ര പേര് ഞങ്ങൾ കൊണ്ടുവന്ന്. പിന്നെ മാമന് ക്യൂച്ചിലാണ്, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. ഇത് കണ്ടോ, എന്ത് നല്ല രസമാണ്, കണ്ടില്ലേ കേട്ടോ? ഇത് കണ്ടില്ലേ, എല്ലാവരും ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. കണ്ടോ, ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്, കണ്ടില്ലേ? ഞാനൊക്കെ അവിടെ നിൽക്കുക. എൻ്റെ അല്ലിയമ്മ കണ്ടോ അവിടെ പുരയിലൊക്കെ നിൽക്കുക. പൊണ്ണച്ചനാണ് കുണൂനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണേ. പിന്നെ അല്ലിയമ്മ എൻ്റെ കൂടെ. ഇത് എൻ്റെ അച്ഛയാണ് നോക്കാൻ. എൻ്റെ പൊണ്ണച്ചനും കുഞ്ഞാവിയൊക്കെ അവിടെ നടന്നു പോവാണ്. ഞങ്ങൾ പോണ നേരത്തെ ഒരു പട്ടി അവിടെ തിരിഞ്ഞ് റോട്ടിലോട്ട് നോക്കി നിൽക്കുവാണ്. ഇത് കണ്ടില്ലേ, പറവും പുരയാണ് അത് കേട്ടോ. ഇത് കണ്ടില്ല, ഞങ്ങളൊക്കെ നടന്നു പോവാ അങ്ങ്. എൻ്റെ പൊണ്ണച്ചൻ അവിടെയാണ് എൻ്റെ അച്ഛൻ നിൽക്കണേ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ മാമി കുഞ്ഞാനെ എടുത്തുകൊണ്ട് നടക്കണയാണേ കേട്ടോ. പൊണ്ണച്ചൻ പിന്നെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുക. എപ്പോഴും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയാണ് പൊണ്ണച്ചൻ കേട്ടോ. ഇത് കണ്ടില്ലേ, വലിയവരുടെ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളൊക്കെ കളിക്കുവാണ് കേട്ടോ. ഭയങ്കര പാടായിരുന്നു കളിക്കാനൊക്കെ. ഇവിടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞ അങ്ങനെയാണേ. നിങ്ങൾ പുറത്താരെങ്കിലും പോവുകയാണെങ്കിൽ ഈ സ്ഥലത്ത് കയറാൻ നല്ല രസമായിരിക്കുവേ. സിനിമ മാത്രമല്ല കേട്ടോ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ എന്തോ ഒരു കല്യാണം കഴിക്കുന്ന ഒരു ചേട്ടനോ എന്തോ ചേച്ചി അവിടെ ഷൂട്ട് ചെയ്യുമായിരുന്നേ. അപ്പം ഞങ്ങളപ്പോൾ അങ്ങനെ നടന്നു വന്നതാണേ. അമ്മ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് ദൂരമല്ല, അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ വൈകുന്നേരം കറങ്ങാൻ വന്നതാണേ. കണ്ട് എൻ്റെ അല്ലിയമ്മ എന്താ തലയിൽ വെച്ചേക്കണേന്ന് ഞങ്ങൾ മേടിച്ചതാണ്. എൻ്റെ അല്ലിയമ്മ വെച്ചേക്കണ കണ്ടോ, എന്താ സാധനം നല്ല ആരും. എൻ്റെ അല്ലിയമ്മ എന്താ നോക്കിക്കണേന്ന്, ഇതെന്താ വെച്ചേക്കണേന്ന് എല്ലാവരും നോക്കി ചിരിക്കുമായിരുന്നേ കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നെക്കിയ ചെവി പൊങ്ങുക മൊയിലിൻ്റെ പോലെയാണ്. അല്ലിയമ്മ ചിരിക്കുകയും ചെയ്യുന്നു. ഞാൻ അവിടെ ഓടി വരുവാണ്. വേറെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നേ. ഇത് കണ്ടോ ഗായ്സ്, ഇതെന്താ മുത്തശ്ശിയാണ്. ഒന്നാമത് ഇരിക്കാൻ പോലും പറ്റത്തില്ല, പിന്നെ എക്സസൈസ് ചെയ്യുക. ഇതെൻ്റെ അച്ഛനാണ്, ജിം ട്രെയിനറാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ ഒരെണ്ണം പോലും ഉള്ള സിമ്പിൾ ഇല്ലാത്തത് എല്ലാം അവിടെ ഉണ്ട്, ഇതുപോലത്തെ എല്ലാം. അതുകൊണ്ട് അച്ഛൻ എല്ലാം അങ്ങ് ചെയ്ത് നോക്കുവാണേ. അച്ഛൻ ആ വരിക്കൂടിയൊക്കെ നടന്ന് ഒത്തിരി ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നേ. ഇത് കണ്ട ഗായ്സ്, ഭയങ്കര ഇവിടെ എക്സസൈസ് ചെയ്യണമായിരുന്നേ. ഇത് കണ്ട, ഇതാണ് പിറവും പുര. ഇത് കണ്ടില്ലേ, അതിൻ്റെ തൊട്ടടുത്താണ് ഈ സൈഡ്. നമ്മൾ പക്ഷെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ അപ്പുറത്തെ സൈഡിൽ മുഴുവൻ പാടമാണ്. നല്ല രസമാണ് ആ പാടം കാണാൻ. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. കണ്ടില്ല, കുഞ്ഞാൻ സീറ്റിൽ കയറിയിരിക്കണേ. കുഞ്ഞൂനാണ് അല്ലിയമ്മ ആ സാധനം ചെവിയൊക്കെ സാധനങ്ങൾ വെച്ച് കൊടുക്കുമായിരുന്നു. മഞ്ഞുകാലത്തൊക്കെ പോകുമ്പോൾ നല്ല സാധനമാണ്, ചെവിക്കൊക്കെ സുഖമാവും. ഞാനന്ന് അത് ആ മൊട്ട് പിടിച്ച് ഞാൻ ഇങ്ങനെ മുഖത്തോട്ടങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ വെള്ളത്തിൽ നിങ്ങൾ വട്ടമായിട്ട് കറങ്ങണം കണ്ടോ.
അത് ചുരിയാണെന്ന് എൻ്റെ പൊന്നച്ചൻ പറഞ്ഞു തന്നാൽ അവിടെ നമ്മളേറെ ചുരിയുള്ള സ്ഥലത്ത് നമ്മൾ കാല് ചവിട്ടി നമ്മളങ്ങ് മുങ്ങിപ്പോവേ. ചുരിയുള്ള സ്ഥലത്ത് ഭയങ്കര ആരമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അത് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കളിക്കുമായിരുന്നു. ഒരു സ്ഥലത്ത് ഞാനും കാല് വെച്ച, ഒരു സ്ഥലത്ത് കുണുവും പിടിച്ചേക്കണ്. ചിരിക്കണ കണ്ടോ ഗായ്സ്? എൻ്റെ പൊന്നച്ചനായിരുന്നു അവിടെ അടുത്ത് തന്നെ. എൻ്റെ കുഞ്ഞായിക്ക് എത്തത്തില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ പൊന്നച്ചനായിരുന്നു ആട്ടണേ എന്നെ. അപ്പം അല്ലയമ്മ എന്നെ കുളിക്കിടാൻ നിലത്തിടാൻ നോക്കുവാണ്. ഇതാ കാറ് കറക്കണ പോലെ എൻ്റെ പൊന്നച്ച അങ്ങ് കറക്കുവാണേ. ഇത് കണ്ടില്ല, ഉച്ചക്ക് ഇങ്ങോട്ടൊക്കെ ചെയ്യുക. കുഞ്ഞാവയപ്പം ഇങ്ങോട്ട് വെച്ച് പിടിച്ച് നിൽക്കുക, വെള്ളം വീണാലോ. പൊന്നച്ചൻ അപ്പം മേടിച്ച് പോയി. അപ്പം പൊന്നച്ച അങ്ങ് ഓടി ചെല്ലുക. പൊന്നച്ചൻ കുണുകൊണ്ട് പോറേ ഓടി അങ്ങ് മടുക്കുവാണേ. പൊന്നച്ചൻ അങ്ങനെ എപ്പോഴും അങ്ങ് വീണാ വരെ പൊന്നച്ചയ്ക്ക് പറ്റൂല. ഭയങ്കരമായിട്ട് സങ്കടം വരും. നിങ്ങളുടെ പൊന്നച്ചനൊക്കെ എങ്ങനെയാണോ? പൊന്നച്ചന് ഞങ്ങളെയൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് പൊന്നച്ചന് എത്ര വൈകിലും ഞങ്ങളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുവേ. മാമിക്ക് മറ്റേ ചെവി വെക്കും സാധനം വെച്ച് കൊടുത്തപ്പോൾ ചിരി വരുമായിരുന്നേ. നമുക്ക് ആ വട്ടത്തിൽ പിടിച്ച് വെക്കിയതാണ് ചെവി അങ്ങ് ബുമ്പെന്ന് പറഞ്ഞ് അങ്ങ് പൊങ്ങി വരും. കുഞ്ഞാവിയാണെങ്കിൽ ഇതെന്താണെന്ന് നോക്കിക്കുക. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാവി കുണു അങ്ങ് വെക്കുക. അത് ഞാനങ്ങ് വട്ടം കറങ്ങി എനിക്ക് അന്നങ്ങ് തല കറങ്ങി പോയി. പിന്നെ ഞങ്ങൾ അങ്ങ് പുരയിൽ അങ്ങ് ഇറങ്ങുവേ കേട്ടോ. ഇപ്പം നിങ്ങൾ അത് കാണുവേ. എനിക്ക് പൊന്നച്ചനാണ് ഞങ്ങളുടെ കൂടെ നടക്കണേ. കണ്ടില്ലേ, ഞങ്ങൾ കൈ പിടിച്ച് നടക്കണേ. അത് എൻ്റെ കയ്യിൽ അതിന് കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നേ. എൻ്റെ മുത്തച്ഛനാണെങ്കിൽ അങ്ങ് ഓടിപ്പോണ കണ്ടിട്ട് മുത്തച്ഛൻ അങ്ങ് ഓടിപ്പോവാണ്. എന്നിട്ട് എന്നെ കുഞ്ഞാണ് കയ്യിൽ അങ്ങ് പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് കൈ പിടിച്ച് പോവുകയാണ്. പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ ഓർത്ത്. ഇത് കണ്ടില്ലേ, ഞങ്ങൾ പെറുമ്പോരെയാണിത്. ഇതാണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നോക്കുമ്പോൾ പൊന്നച്ചനാണെങ്കിൽ പേടി അങ്ങ് നോക്ക്. ഇതൊരു പുര താണ്ട ഒരു പുരയുടെ അടുത്ത് എന്തോ ഒരു ബോട്ട് അവിടെ കമന്ന് നിന്നിട്ട് എന്തോ ഒരു വെള്ളം കയറി ഇരിക്കുമായിരുന്നേ. എന്നിട്ട് പിന്നെ അവിടെ വലിയൊരു മരം മറിഞ്ഞു കിടക്കുമായിരുന്നേ. എനിക്ക് തോന്നിയത് അപ്പം നല്ല കാറ്റും മരത്തൊക്കെ മറിഞ്ഞ് വീണെന്നായിരിക്കുവേ. എന്നെ പൊന്നച്ചോറ് ഞാൻ പറഞ്ഞു ഇറക്ക് പൊന്നച്ചെന്ന് പറഞ്ഞു. ഒത്തിരി പ്രാവശ്യം പറഞ്ഞപ്പോൾ എന്നെ ഇറക്കിയേ. നമുക്ക് ഭയങ്കര പേടിയായിരുന്നു പൊന്നച്ചയ്ക്ക്. ഭയങ്കര ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ സൂക്ഷിക്കണം, പെട്ടെന്ന് അങ്ങ് നീങ്ങിപ്പോവേ. വലിയവരൊക്കെ കുഞ്ഞുങ്ങൾ ഇറങ്ങുവാണെങ്കിൽ വേണേ. കണ്ടി നിങ്ങൾ പിള്ളേരൊന്നും ഇങ്ങനെയൊന്നും വെള്ളത്തിലോട്ടൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങല്ലേ. അച്ഛന്മാരോ അമ്മമാരോ മുത്തശ്ശിയോ എല്ലാം ഉണ്ടെങ്കിലും മാത്രമാണ് ഇറങ്ങാവുള്ളേ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണേ കേട്ടോ. എൻ്റെ കുഞ്ഞ് അതിന് വേണ്ടി എടുത്തോണ്ടിരിക്കുമ്പോൾ കണ്ടില്ല, എന്തോ ഒരു കല്യാണത്തിൻ്റെ ചെറുക്കനും ചേച്ചി അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഞങ്ങൾ എവിടെ പിന്നെയും നോക്കിയിട്ട് അങ്ങ് പോവാണ് വീട്ടിലോട്ട്. അതാണ് ഞങ്ങളുടെ കാറ് കേട്ടോ. ഇത് ഞങ്ങൾ പിന്നെ അപ്പം നോക്കിയിട്ടൊന്ന് പോവാണേ. ഞങ്ങൾ വീട്ടിലോട്ട് പോവാണേ. ഞങ്ങൾ അതിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുവാണേ. ഇവിടെ കടയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അവളൊന്നും ചായ ഒന്നും കുടിച്ചില്ല. എൻ്റെ അച്ഛനാണെങ്കിൽ ഒന്ന് അവിടെ പെറുമ്പോഴേക്ക് തങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആരൊക്കെ ഉണ്ട് നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ നോക്കി ഇച്ചേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയേ കേട്ടോ. ഇത് കണ്ട് കുഞ്ഞാവ് എന്നെ പുറകെ കളിച്ചോണ്ടിരിക്കും. കുഞ്ഞാവിടെ മുകളിൽ നിന്ന് ഞങ്ങൾ വീട്ടിലല്ല പോയത്, ഞങ്ങൾ ഫുഡ് കഴിക്കാനാ പോയത്
കണ്ടില്ലേ, എൻ്റെ അച്ഛൻ വണ്ടി ഓടിക്കുവാണ്. ആദ്യമായിട്ട് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ പോയേ. കണ്ടില്ലേ കേട്ടാ. സാൻസിന്ന് പറഞ്ഞ കടയിലാണ്, പറവ് തൊട്ടടുത്താണ് കേട്ടോ. ഞങ്ങളൊക്കെ അവിടെ കഴിക്കാതിരിക്കുവാണ്. പിന്നെ കുഞ്ഞാക്ക് എന്തോ ചെയർ വന്നു, അവിടെ ബേബി ചെയർ. അതിനകത്ത് കുഞ്ഞാനെടുത്തിട്ട് ഞാൻ അറ്റത്ത് ഇരിക്കണമെങ്കിൽ എനിക്ക് കുഞ്ഞാനെ കുടങ്ങി ഇരിക്കാൻ ഇഷ്ടം. ഞങ്ങൾ ചില്ലി പൊറോട്ട, ഹവായി, ഷവർമ, ചിക്കൻ ബിരിയാണി, പിന്നെ ഫ്രഷ് ഫ്രൈ, പേരില്ലാത്ത വേറെ എന്തോ വെറൈറ്റി ആയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഞാൻ ആ പേരൊന്നും പറയാത്ത. അതൊക്കെ ഞങ്ങളൊക്കെ കഴിച്ചേ. ഇത് കണ്ടില്ലേ ഷവർമ ഇരിക്കണേ. മുത്തശ്ശനാണ് മുഴുവൻ കഴിച്ചേ. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് മാമനെ എനിക്ക് മിസ് ചെയ്തു. മാമ നോക്കിയിരിക്കുകയാണ്. മാമ വന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പോവാനേ. അത്രയല്ല ഇന്നത്തെ വീഡിയോ. വേറെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.